ഗസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഇസ്രായേൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെ 3 ഡസനിലധികം സന്നദ്ധ സംഘടനകളെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഗ്രൂപ്പുകൾക്കായുള്ള പുതിയ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് ആരോപണം. ഇസ്രായേലിന്റെ നിയമങ്ങൾ ഏകപക്ഷീയമാണെന്ന് പ്രതികരിച്ച സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അജയ് ചേരുകയാണ്. അജയ്, വെടിനിർത്തലിന്റെ സമയമാണ്, പക്ഷെ അപ്പോഴും ചെറിയ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, സംശയമില്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ പുതിയ ഒരു നിലപാടിലേക്ക് എത്തിയത്? ഈ സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടം അത് നടപ്പിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ തങ്ങളുടെ പുതിയ ഒരു തന്ത്രവുമായി മുന്നോട്ട് വന്നത്. ഇതിനവർ പറഞ്ഞിട്ടുള്ള ഒരു ന്യായമെന്ന് പറയുന്നത് ഈ സന്നദ്ധ സംഘടനകൾ പുതിയ രജിസ്ട്രേഷൻ നയങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ്. ഈ ഇസ്രായേൽ മുന്നോട്ട് വെച്ച പുതിയ രജിസ്ട്രേഷൻ നയങ്ങൾ അനുസരിച്ച് ഈ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പലസ്തീനികളുടെയും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികളുടെയും പേര് വിവരങ്ങളും അവരുടെ പശ്ചാത്തലവും എല്ലാം ഇസ്രായേലിന് കൈമാറണം എന്നുള്ളതാണ്. എന്നാൽ ഇതിന് പല സംഘടനകളും വൈമുഖ്യം അറിയിച്ചിരുന്നു. അപ്പോൾ ഇത് കാരണമാണ് ഇസ്രായേൽ ഈ സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഒരു ഇത്തരത്തിൽ ഈ രജിസ്ട്രേഷൻ നിയമങ്ങൾ പാലിക്കാത്തത് കാരണമാണ് ഈ നിരോധനം എന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും മറ്റ് സംഘടനകൾ പറയുന്നത് ഈ സംഘടനകൾ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സംഘടനകൾ മുൻപ് ഇസ്രായേലിന് കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു, ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇത് കാരണമാണ് ഈ സംഘടനകൾക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ഈ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളും അതുപോലെ തന്നെ മറ്റ് പല ആളുകളും എല്ലാവരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു വാദമെന്ന് പറയുന്നത് മാനുഷിക സഹായങ്ങൾക്ക് തങ്ങൾ തടയിടുന്നില്ല, എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ അത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രസ്താവന. മൊത്തം ഈ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെ 36 സംഘടനകൾക്കാണ് നിലവിൽ ഈ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ആലോചിക്കുന്നത്. ഈ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അത് പ്രധാനമായിട്ടും ഗാസ മുനമ്പിൽ ഒരുപാട് മാനുഷിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ മൊത്തം ഇത്തരത്തിൽ ഈ 36 സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതോടുകൂടി ഏതാണ്ട് 40% സന്നദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇസ്രായേലികൾ ഈ ഗാസയിലുള്ള ഗാസ നിവാസികൾക്ക് ലഭിക്കുന്ന സഹായങ്ങളെല്ലാം നിന്നുപോകും എന്നതാണ് നിലവിലുള്ള ഒരു ആശങ്ക. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.